സാംസങ്ങിന്റെ സാംസങ് ക്വാണ്ടം 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ക്വാണ്ടം 5 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അതിന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. ഇതിൽ ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി സെക്യൂരിറ്റി ചിപ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇപ്പം ഇതുവഴി ക്വാണ്ടം റാൻഡം നമ്പർ ജനറേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് ഇതിൽ. എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡാറ്റ സെക്യൂരിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതാണ് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറും. പിന്നെ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. IP67 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ബാക്ക് ബോഡിയും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഓസം ഐസ് ബ്ലൂ, ഓസം നേവി, അതുപോലെ തന്നെ ഓസം ലില്യാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 1480 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം സൗത്ത് കൊറിയയിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഏകദേശം 38,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5 മെമ്മറി ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസായിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 12 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാ മാക്രോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കുകളില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടേ വരുന്നുള്ളൂ. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. സൗത്ത് കൊറിയയിലേക്കാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 38,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ A55 5G എന്നൊരു സ്മാർട്ട് ഫോൺ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം A55ൻ്റെ മികച്ച സെക്യൂരിറ്റി ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു വെർഷനാണ് ക്വാണ്ടം 5 എന്നൊക്കെ പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. ഇത് സൗത്ത് കൊറിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.